എവരിവൺ, ഐ എം ശരത്. ഇപ്പോൾ നിങ്ങൾ 20 വയസ്സാവട്ടെ അതോ 40 വയസ്സാവട്ടെ, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഒത്തിരി ടേം ഇൻഷുറൻസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും ഏത് ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യണം എന്ന്. ലൈക്ക് ഏത് കമ്പനീൻ്റെ, ആക്സിസ് വേണോ, ICICI വേണോ, HDFC വേണോ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ എല്ലാവർക്കും കാണും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ആവശ്യം വരുവാണെങ്കിൽ ലൈക്ക് ടേം പ്ലാൻ ചൂസ് ചെയ്യാനോ അതോ ഫൈനാൻഷ്യൽ അഡ്വൈസിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാം. പിന്നെ ടേം ഇൻഷുറൻസ് പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് സൈറ്റിൽ എത്രയാണോ അതോ പോളിസി ബസാറിൽ എത്രയാണോ റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരിക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ള ടോപ്പ് 3 ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ടേം പ്ലാൻസിൻ്റെ ഒക്കെ ബേസിക് ഫീച്ചേഴ്സ്, പിന്നെ അത് അവർ തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ ഇവർ തമ്മിലുള്ള കീ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് വേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണൂ ആൻഡ് ഡു സപ്പോർട്ട് അസ് ബൈ സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന 3 ടേം പ്ലാൻസ് ആണ്. ഒന്ന് ആക്സിസ് മാക്സ് ലൈഫ് ടേം പ്ലാൻ, രണ്ടാമത്തെ ICICIൻ്റെ പ്രൊഡൻഷ്യൽ 1, മൂന്നാമത്തെ HDFCൻ്റെ ടേം പ്ലാൻ. സോ ഈ 3 എണ്ണത്തിനും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ ടേം പ്ലാൻസിനും അതിൻ്റേതായിട്ടുള്ള വേരിയൻസും ഫീച്ചേഴ്സും ഉണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ 3 ടേം പ്ലാൻസിൻ്റെയും ബേസിക് ഫീച്ചേഴ്സ് വെച്ച് തുടങ്ങാം. സോ ഫസ്റ്റ് വൺ, ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അതെന്താണെന്ന് വെച്ചാൽ 100 ക്ലെയിമിൽ എത്ര എണ്ണം പെയ്ഡ് ഓഫ് ചെയ്തു എന്നാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ആക്സിസ് മാക്സ് ലൈഫിനെ നോക്കുന്ന സമയത്ത് 99.65% അവർ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ICICI പ്രൊഡൻഷ്യൽ ഐ പ്രൊട്ടക്റ്റിൽ 98.6%, HDFCയിൽ 99.5%. സോ ആവറേജ് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഈ റേഷ്യോ 95% ആണ്. സോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 എണ്ണം നല്ല രീതിയിലുള്ള റേഷ്യോസാണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത് ഇവരുടെ എൻട്രി ഏജ്, ലൈക്ക് ഈ 3 എണ്ണത്തിലും സെയിം 18 വയസ്സിൻ്റെയും 65 വയസ്സിൻ്റെയും ഇടയിലുള്ളവർക്കൊക്കെ നമുക്ക് ഈ ടേം ഇൻഷുറൻസ് പ്ലാൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത് 85 ഇയേഴ്സിൻ്റെയും 100 ഇയേഴ്സിൻ്റെയാണ് ഇടയിൽ വരുന്നത്. ലൈക്ക് ഏറ്റവും കുറവ് വരുന്ന ഈ 3 എണ്ണം വെച്ച് നോക്കുമ്പോൾ HDFCയിലാണ് 85 ഇയേഴ്സ്. അതുപോലെ 100 വയസ്സ് വരെ നമുക്ക് മാക്സിമം മാക്സ് ലൈഫിൽ ഉപയോഗിക്കാം. മാക്സ് ലൈഫിൽ 100 ഇയേഴ്സ് വരെ പറ്റും. ഇനി അടുത്താണ് പോളിസി ടേം. ലൈക്ക് ആക്സിസ് മാക്സ് ലൈഫിൽ 10 to 67 ഇയേഴ്സ്, ICICI പ്രൊഡൻഷ്യലിൽ അപ് ടു 40 ഇയേഴ്സ് ടിൽ 99, അതുപോലെ HDFC ക്ലിക്ക് പ്രൊട്ടക്റ്റിൽ 5 to 67 ഇയേഴ്സ്. അപ്പോൾ അടുത്താണ് മാക്സിമം സം അഷ്യൂർഡ്. അതിനൊരു ഫിക്സഡ് ലിമിറ്റ് ഇല്ല. അപ്പർ ലിമിറ്റിൽ ഒരു ഫിക്സഡ് ലിമിറ്റില്ല. എത്ര വരെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് നമ്മുടെ സാലറിൻ്റെയും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിന് ഡിപ്പെൻഡ് അപ്പോൺ ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എത്ര ലിമിറ്റ് വേണം. ലൈക്ക് 50 ലക്ഷം മുതൽ 50 കോടി വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ 3 ടേം പ്ലാൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം നോക്കാം. ലൈക്ക് ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ലൈക്ക് ഈ 3 ടേം പ്ലാൻസും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. സോ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ആക്സിസ്, ICICI, HDFC ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന വേരിയൻസ് ആണ്. അപ്പോൾ ആക്സിസിൽ വരുന്ന വേരിയൻസ് 7 എണ്ണം വരുന്നുണ്ട്. അതിൽ ലൈഫ് കവർ വരുന്നുണ്ട്, ഇൻകം ഇൻക്രീസ് കവർ വരുന്നുണ്ട്, റിട്ടേൺ ഓഫ് പ്രീമിയം വരുന്നുണ്ട്. റിട്ടേൺ ഓഫ് പ്രീമിയം നമുക്ക് ഹാഫ് റിട്ടേൺ ഓഫ് പ്രീമിയം കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ഒന്ന് 60 വയസ്സിൻ്റെ ആവുമ്പോൾ റിട്ടേൺ കിട്ടുന്നതും അല്ലെങ്കിൽ 75 വയസ്സാവുമ്പോൾ കിട്ടുന്നതും. അടുത്തത് ICICIയിൽ വരുന്നത് 4 വേരിയൻസ് ആണ്. ലൈക്ക് ലൈഫ് പ്ലസ്, ലൈഫ് ആൻഡ് ഹെൽത്ത് ആൻഡ് ഓൾ ഇൻ വൺ. ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ഇൽനെസ് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ലൈഫ് പ്ലസ് ആൻഡ് ലൈഫ് ആൻഡ് ഹെൽത്തിൽ നമുക്ക് ഇൽനെസ്സിൻ്റെ ഒപ്പം തന്നെ ആക്സിഡൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ HDFCക്ക് 4 ഉണ്ട്. ലൈഫ് പ്ലസ്, ലൈഫ് ഗോൾസ് ആൻഡ് റിട്ടേൺ ഓഫ് പ്രീമിയം. ഇനി അടുത്താണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. അത് അവൈലബിൾ ആണ് ഫോർ ആൾ ദ 3. ലൈക്ക് ICICIയിലും HDFCയിലും ലൈക്ക് 35 ഇൽനെസ് ആൻഡ് 19 ഇൽനെസ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ്സ് ആൾ ദ 3 അവൈലബിൾ ആണ്. പിന്നെ പ്രീമിയം വേ ഓഫ് പോകുന്നത് 3ലും അവൈലബിൾ ആണ്. ലൈക്ക് അതിൽ വരുന്ന കണ്ടീഷൻസ് നോക്കുന്ന സമയത്ത് ആക്സിസ് ടേം പ്ലാനിൽ വരുമ്പോൾ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് വരുമ്പോഴോ വേ ഓഫ് ചെയ്യാം. അതുപോലെ പെർമനൻറ്റ് ഡിസബിലിറ്റി വരുമ്പോഴാണ് ICICIയിലും HDFCയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി വരുമ്പോൾ.
അടുത്തതാണ് പ്രീമിയം പേയ്മെൻറ്റ് ടേംസ്. അതിൽ സിംഗിൾ, റെഗുലർ, പിന്നെ ലിമിറ്റഡ് വരുന്നുണ്ട്. സോ റെഗുലർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ റെഗുലറൊക്കെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ നമ്മൾ 25 വയസ്സിലാണ് ഇത് തുടങ്ങാൻ നോക്കുന്നത്. ലൈക്ക് 75 ഇയേഴ്സ് വരെ എടുക്കുന്നൊരു പോളിസി എന്ന് വെച്ചാൽ 50 വർഷം. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് 50 ഇയേഴ്സിന് ഒന്നിച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 60 വയസ്സ് വരെ അടയ്ക്കുന്നൊരു പോലെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 5 വർഷത്തിനോ 10 വർഷത്തിനോ 15 വർഷത്തിനോ 20 വർഷത്തിനോ അടയ്ക്കുന്ന പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ പ്രീമിയം എത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അടയ്ക്കണം എന്നുള്ള ഓപ്ഷൻ, അത് ഓൾ ദ 3 സെയിം ആണ്. പിന്നെ പ്രീമിയം പേ ചെയ്യാനുള്ള ഫ്രീക്വൻസി വരുന്നത് ആനുവൽ, സെമി ആനുവൽ, ക്വാർട്ടർലി, മന്ത്ലി, അതാണ് എല്ലാത്തിനും സെയിം തന്നെ വരുന്നത്. പിന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം ഓപ്ഷൻ എല്ലാത്തിനും അവൈലബിൾ ആണ്. നമ്മുടെ സം അഷ്വേർഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ 3നും അവൈലബിൾ ആണ്. ആക്സിസ് ബാങ്കിൽ ലൈഫ് സ്റ്റേജ് ആഡ് ഓൺ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാവുക, അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ പ്രീമിയം എമൗണ്ട് കൂട്ടാൻ പറ്റും, സം അഷ്വേർഡ് കൂട്ടാൻ പറ്റും, അതാണ്. പിന്നെ HDFCയിലാണെങ്കിലും ലൈഫ് സ്റ്റേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റേജ് ആഡ് ഓണിലുള്ള പ്രൊട്ടക്ഷനും HDFCയിലുണ്ട്. പോളിസി ലോൺ ഫെസിലിറ്റി 3നും അവൈലബിൾ അല്ല. പിന്നെ സറണ്ടർ വാല്യൂ വരുന്ന അവൈലബിൾ ഫോർ ലിമിറ്റഡ് പേ ആൻഡ് റിട്ടേൺ ഓഫ് പ്രീമിയം ഫോർ ആൾ ദ 3. പിന്നെ ഓൺലൈൻ പർച്ചേസ് 3നും അവൈലബിൾ ആണ്. നോൺ സ്മോക്കേഴ്സിനും ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ളവർക്കൊക്കെ ഡിസ്കൗണ്ട്സ് 3നും അവൈലബിൾ ആണ്. പിന്നെ NRI കവറേജ് നോക്കുമ്പോൾ 3നും അവൈലബിൾ ആണ്. സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ചില കൺട്രീസിൽ ചില ടേം പ്ലാൻസ് അപ്ലിക്കബിൾ അല്ല. സോ അതിന് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അതുപോലെ വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യാം. പിന്നെ സറണ്ടർ വാല്യൂവിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ എക്സിറ്റ് ലോഡ് എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് നമ്മൾ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കാനുണ്ടാവും. ബട്ട് അത് കൊടുക്കാതെ നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ലൈക്ക് അത് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്ത് വിടാം. പിന്നെ ഗ്രേസ് പീരീഡ് വരുന്നത് 30 days ആണ് ഫോർ ആൾ ദ 3. പിന്നെ ഫ്രീ ലുക്ക് പീരീഡ് വരുന്നത് 15 days ആണ് ഫോർ ആൾ ദ 3. നമ്മൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ 30 ദിവസം വരുന്നത്. പിന്നെ ക്ലെയിം പേ ഔട്ട് ലംസമായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ മന്ത്ലി ഇൻകം ആയിട്ടും നമുക്കിത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ലംസമും മന്ത്ലി ആയിട്ട് മിക്സ് ചെയ്തിട്ടും വാങ്ങാൻ പറ്റും. അത് കോമൺ ആണ് 3നും. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരുന്നത് ആക്സിസ് മാക്സ് ലൈഫ് നോക്കുമ്പോൾ ഓപ്ഷൻ ടു കവർ സ്പോസ്, ടോപ്പ് അപ്പ് സം അഷ്വേർഡ്, ഇൻകം പേ ഔട്ട് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ ബാക്കി HDFCൻ്റെയും ICICIൻ്റെയും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇനി എക്സ്ക്ലൂഷൻസ് വരുന്നത് സൂയിസൈഡ്, ലൈക്ക് ഫസ്റ്റ് ഇയറിൽ വല്ല സൂയിസൈഡ്സ് ഒക്കെ വരികയാണെങ്കിൽ പ്രീമിയം അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ അതാണ് ഈ 3 ഫണ്ട്സിൻ്റെയും ഒരു കമ്പാരിസൺ. ഇനി നമുക്ക് ഈ 3 ടേംസും തമ്മിലുള്ള ഈ ഡിഫറൻസസ് നോക്കാം. സോ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ലൈക്ക് ഞാനിത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് മാക്സ് ലൈഫിൻ്റെ, ICICI പ്രൊഡൻഷ്യലിൻ്റെ, HDFCൻ്റെ. പിന്നെ അവരുടെ ഫീച്ചേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 3 കമ്പയർ ചെയ്തിട്ട് ഇതിൽ വരുന്ന വിന്നറിനെയാണ് ഞാൻ ഏറ്റവും റൈറ്റ് എൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം കവറേജ് വരുന്നത് 100 years, 99 years, 85 years. സോ ഓഫ് കോഴ്സ് ആക്സിസ് മാക്സ് ലൈഫാണ് വിന്നർ. അടുത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് നോക്കുന്ന സമയത്ത് ICICI പ്രൊഡൻഷ്യലാണ് 34 ഇൽനെസ് വരെ കവർ ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടും ബേസിക്കും പിന്നെ ഒന്നിനും 19 ഇൽനെസ്സുമാണ്. പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുന്ന സമയത്ത് ആക്സിസ് മാക്സ് ലൈഫാണ്, ലൈക്ക് 99.65% ആണ്. ബാക്കിയൊക്കെ 98.6ഉം 99.5ഉം ആണ്. സോ കമ്പാരിറ്റീവ്ലി ഓൾ ദ 3 ആർ ഗുഡ്. പക്ഷേ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിസ് മാക്സ് ലൈഫാണ് വിന്നർ. പിന്നെ പ്രീമിയം ഫ്ലെക്സിബിലിറ്റി ഹൈ ഫോർ ആക്സിസ് ആൻഡ് HDFC, സോ അവരാണ് വിന്നർ. പിന്നെ വാല്യൂ ആഡഡ് ബെനിഫിറ്റ്സിൽ ICICIയിലെ iProtectലാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത്. പിന്നെ ഓൺലൈൻ പർച്ചേസ് എക്സ്പീരിയൻസ് ICICIയും HDFCയാണ് ഗുഡ്. സോ അത് ടൈ ആയി. നെക്സ്റ്റ് വരുന്നതാണ് പ്രീമിയം റേറ്റ്സ്. അത് നമ്മൾ അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. കമ്പയർ ചെയ്ത് കോമ്പറ്റീറ്റീവും മോഡറേറ്റും വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 3 നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മളത് നമ്മുടെ ഏജ് അനുസരിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ 30 year old ഒക്കെ ആണെങ്കിൽ നമുക്ക് ICICIയും HDFC ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ലൈക്ക് 45 yearsൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ICICI യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രീമിയംസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതൊരു ഡിസ്ക്ലൈമർ ഉണ്ട്, ലൈക്ക് ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്, എക്സാക്ട് വാല്യൂസ് ഒന്നും ആവില്ല. ബേസ്ഡ് അപ്പോൺ ദ റിസർച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സോ ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് ഓൺലി, ടേക്ക് ദിസ് ആസ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത പ്രൊഫൈൽ എന്ന് പറയുന്നത് 30 year oldൻ്റെ ഒരു നോൺ സ്മോക്കർ. അതിൽ 1 crore കവറേജ്, 30 കൊല്ലത്തെ ടേം പ്ലാൻ നോക്കുന്ന സമയത്ത് ആക്സിസ് ലൈഫിൽ 9,500 to 10,500 rupees,
ICICIൻ്റെ 9,800 to 10,800 rupees, അതുപോലെ HDFCൻ്റെ 8,900 to 9,900 rupees. അതുപോലെ ഇപ്പോൾ 40 ഇയേഴ്സിൻ്റെ സെയിം നോൺ സ്മോക്കർ കാറ്റഗറിയിൽ വരുന്ന 1 crore കവറേജ് 20 കൊല്ലത്തെ ടേം പ്ലാൻ വെച്ച് നോക്കുമ്പോൾ 15,000 to 16,000 rupees പെർ ഇയർ പ്രീമിയം ആട്ടോ പറയുന്നത്. അതുപോലെ ICICIൻ്റെയും ഓൾമോസ്റ്റ് സെയിം 16,000 to 17,000 rupees, HDFCൻ്റെ 15,500 to 16,500 rupees. ഇതിൽ ഞാൻ കൺസിഡർ ചെയ്തൊരു ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട ഒരു ബെനിഫിറ്റ്സ് ലൈക്ക് ആക്സിഡൻ്റൽ ബെനിഫിറ്റ്സ്, പ്രീമിയം വേ ഓഫ് ചെയ്യുന്ന ബെനിഫിറ്റ്, പിന്നെ അതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഫീമെയിൽസിനെ നോക്കുന്ന സമയത്ത് ഒരു 35 year old ഫീമെയിൽ നോൺ സ്മോക്കറാണ്. അപ്പോൾ 1 crore കവറേജ് 25 കൊല്ലത്തിന് എടുക്കുകയാണെങ്കിൽ 8,500 to 9,500. ICICIൻ്റെ ആകുമ്പോൾ 8,800 to 9,800. HDFCൻ്റെ ആകുമ്പോൾ 8,200 to 9,200 rupees. അതുപോലെ ഇനിയിപ്പോൾ സ്മോക്കറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ 45 year old സ്മോക്കർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1 crore കവറേജ് എന്ന് വെച്ചാൽ 1 crore കവറേജ് എടുക്കുമ്പോൾ 15 കൊല്ലത്തിന് എടുക്കുന്ന സമയത്ത് 25,000 to 27,000 രൂപയാണ് ആക്സിസിൽ വരുന്നത്. ICICIയിൽ 28,000 to 30,000 രൂപയും അതുപോലെ HDFC ലൈഫിൽ 27,000 to 29,000 രൂപയും ആണ് വരുന്നത്. ലൈക്ക് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നല്ലേ പറയുന്നത്, അതുപോലെ ഇപ്പോൾ ഇവിടെ പ്രീമിയത്തിലും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോണിൻ്റെ നമ്മളെ വയസ്സും നമ്മളുടെ ഹെൽത്തിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ പ്രീമിയംസൊക്കെ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളിതിലുള്ള ബെസ്റ്റ് ഫീച്ചേഴ്സും ഓഫേഴ്സൊക്കെ എടുത്തിട്ട് പറഞ്ഞുതരാം. സോ ഡു ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓൾസോ ഇപ്പോൾ സ്ക്രീനിലെ നമ്പർ കാണുന്നുണ്ടാവും, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ലൈക്ക് കസ്റ്റമർ പ്രൊഫൈൽ. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഓഫ് പീപ്പിൾസാണ്. ലൈക്ക് അവർക്ക് എന്തൊക്കെയാണ് സ്യൂട്ടബിൾ, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നോക്കാം. സോ കസ്റ്റമർ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് യങ് പ്രൊഫഷണൽസ് ആണെങ്കിൽ HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്റ്റ് ഗുഡ് ഓപ്ഷനാണ്. അത് അവരുടെ ലോവർ പ്രീമിയം കാരണവും അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഫ്യൂച്ചറിലുള്ള ലൈഫ് ചേഞ്ചിന് നമുക്ക് ഫ്ലെക്സിബിളാണ് ഈ പ്ലാൻ. പിന്നെ ഫാമിലി ബ്രെഡ് വിന്നേഴ്സിന് ICICI പ്രൊട്ടക്റ്റ് സ്മാർട്ട് നല്ല ഓപ്ഷനാണ്. ലൈക്ക് ഫാമിലിക്ക് മൊത്തത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനാണെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ടേം പ്ലാൻ സജസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രീമിയം ഫീച്ചേഴ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഫോർ ഹൈ സം അഷ്വേർഡ്. ഹെൽത്ത് കോൺഷ്യസ് ബയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ICICIൻ്റെ ഐ പ്രൊട്ടക്റ്റ് സ്മാർട്ട് എന്ന് നോക്കാം. ലൈക്ക് അവർ ക്രിട്ടിക്കൽ ഇൽനെസ്സിനും ഹെൽത്ത് കവറേജ് റിവാർഡ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ബഡ്ജറ്റ് കോൺഷ്യസ് ബയേഴ്സിനൊക്കെ ആണെങ്കിൽ HDFCൻ്റെ ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് അത് കോമ്പറ്റീറ്റീവ് പ്രൈസിലാണ് അവരുടെ പ്ലാന് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ലേറ്റ് സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ലൈക്ക് 45 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ടേം പ്ലാനാണ് നല്ലൊരു ഓപ്ഷൻ. അതിൽ നമുക്ക് ഹൈ ഏജും പിന്നെ ഓൾഡർ അപ്ലിക്കൻസിന് ബെറ്റർ ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സും അതിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത ഓൺടർപ്രണേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സൊക്കെ ആണെങ്കിൽ ICICI പ്രൊട്ടക്റ്റ് സ്മാർട്ടാണ് നല്ലത്. ലൈക്ക് അവരൊരു ബിസിനസ് പ്രൊട്ടക്ഷൻ പ്ലാനും കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തത് NRIs ഒക്കെ ആണെങ്കിൽ അവർക്ക് HDFC ക്ലിക്ക് ടു പ്രൊട്ടക്റ്റ് സൂപ്പർ അത് നല്ലൊരു ഓപ്ഷനാണ്. ലൈക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻസും ഒക്കെ ഈസി ആക്കി തരും. അതുപോലെ ഡോളർ ഡോമിനേറ്റഡ് ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ NRIs ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് പ്ലാനൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമുക്ക് വരെ കമ്പാരിസൺ നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ആ പ്ലാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്തിനാണ് അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ പ്ലാൻ എടുത്തിട്ടുണ്ട്. ആ പ്ലാൻ എന്തിനാണ് ബെസ്റ്റ്, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആക്സിസ് മാക്സ് ലൈഫ് ആണ്. അതിൻ്റെ ബെസ്റ്റ് ഫോർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. എന്ന് വെച്ചാൽ ലോങ് ടൈം നമ്മൾ നോക്കുന്ന സമയത്ത് ബെസ്റ്റാണ്. അതുപോലെ അവരുടെ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഹയസ്റ്റ് മെച്യൂരിറ്റി ഏജ് ആണ്, ലൈക്ക് 100 years. പിന്നെ ഹയസ്റ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റും ആക്സിസിന് വന്നിട്ടുണ്ട് 99.68%. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുന്ന സമയത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് ബേസിക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഹയർ പ്രീമിയം സം അഷ്യൂർഡ് ലൈക്ക് ഓൺലി 5 lakh rupees. പിന്നെ ICICI പ്രൂ ഐ പ്രൊട്ടക്റ്റ് നോക്കുമ്പോൾ അത് ഹെൽത്ത് കോൺഷ്യസ് ബയേഴ്സിനും ഫാമിലി ബ്രെഡ് വിന്നേഴ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ്. സ്റ്റാൻഡ് ഔട്ട് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത് 34 ഇൽനെസ് വരെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ വരുന്ന ലിമിറ്റേഷൻസ് നോക്കുന്ന സമയത്ത് അതിന് 98% വരെ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ കമ്പയർഡ് ടു ദീസ് 3 അത് കുറച്ച് കുറവാണ്.
പിന്നെ HDFC ലൈഫ് ക്ലിക്ക് ടു പ്രൊട്ടക്റ്റ് നോക്കുന്ന സമയത്ത് അത് യങ് പ്രൊഫഷണൽസിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിനനുസരിച്ചുള്ള നല്ല ബേസിക് ഫീച്ചേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിലുള്ള ടോപ്പ് 3 ടേം ഇൻഷുറൻസ് പ്ലാനിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ വല്ല ഡൗട്ട്സോ ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഫ്രീലി കോൺടാക്ട് അസ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്യൂ. ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട് us for making interesting financial related contents like this.